യേശുവേ, അങ്ങയുടെ തിരുവചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. 1 തിമോത്തിയോസ് 4-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിൻ്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്നു വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ നുണയന്മാരുടെ കാപട്യമാണ് ഇതിന് കാരണം. അവർ വിവാഹം പാടില്ലെന്ന് പറയുകയും ചില ഭക്ഷണ സാധനങ്ങൾ വർജിക്കണമെന്ന് ശാസിക്കുകയും ചെയ്യുന്നു. ഈ ഭക്ഷണ സാധനങ്ങളാകട്ടെ വിശ്വസിക്കുകയും സത്യം അറിയുകയും ചെയ്യുന്നവർ കൃതജ്ഞതാപൂർവം ആസ്വദിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചവയാണ്. എന്തെന്നാൽ ദൈവം സൃഷ്ടിച്ചവയെല്ലാം നല്ലതാണ്. കൃതജ്ഞതാപൂർവമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഒന്നും നാം നിരാകരിക്കേണ്ടതില്ല. കാരണം അവ ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നു. ഇക്കാര്യങ്ങൾ നമ്മുടെ സഹോദരരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നീ യേശുക്രിസ്തുവിൻ്റെ നല്ല ശുശ്രൂഷകനായിരിക്കും. വിശ്വാസത്തിൻ്റെ വചനങ്ങളാലും നീ ഇതുവരെ അനുവർത്തിച്ചു പോന്ന നല്ല വിശ്വാസ സംഹിതയാലും പരിപോഷിക്കപ്പെട്ട ശുശ്രൂഷകൻ. ലൗകികവും അർത്ഥശൂന്യവുമായ കെട്ടുകഥകൾ നീ തീർത്തും അവഗണിക്കുക. ദൈവഭക്തിയിൽ പരിശീലനം നേടുക. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ്. ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നാം അധ്വാനിക്കുന്നതും പോരാടുന്നതും. എല്ലാ മനുഷ്യരുടെയും വിശിഷ്യ വിശ്വാസികളുടെയും രക്ഷകനായ ജീവിക്കുന്ന ദൈവത്താലാണ് നാം പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത്. മനുഷ്യർ പലപ്പോഴും പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ചുകൂടാ. അത് ദൈവഹിതം അനുസരിച്ചുള്ളതല്ല. അതല്ലെങ്കിൽ ചില ഭവനങ്ങൾ താമസയോഗ്യമല്ല. ചില സ്ഥലങ്ങൾ ഒരിക്കലും നമുക്ക് വസിക്കാൻ പറ്റില്ല. അത് ശപിക്കപ്പെട്ടതാണ്. ഇത്തരത്തിലുള്ള തെറ്റായ വ്യാഖ്യാനങ്ങൾ, തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നത് നാം പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവം നമ്മിൽ വസിക്കുന്നു. ദൈവത്തിനാണ് നാം പ്രഥമ സ്ഥാനം നൽകുന്നത് എങ്കിൽ നാം എവിടെയായിരുന്നാലും നാം എന്തു ഭക്ഷിച്ചാലും ദൈവം നമ്മെ രക്ഷിക്കും. അതുകൊണ്ടാണല്ലോ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നാം മാരകമായത് എന്ത് കഴിച്ചാലും അത് നമ്മെ ബാധിക്കുകയില്ല എന്നുള്ള തിരുവചനം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ തെറ്റായ വ്യാഖ്യാനങ്ങളിൽ നിന്നുമൊക്കെ മാറി, അത് വിഗ്രഹാരാധനയാണ്. ആ വിഗ്രഹാരാധനയിൽ നിന്നും മാറി എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, എല്ലാം നല്ലതാണ്. പക്ഷേ ദൈവത്തിലേക്ക് പ്രഥമ സ്ഥാനം കൽപ്പിച്ചുകൊണ്ട് നാം എന്തു ചെയ്യുമ്പോഴും അത് വളരെ നല്ലതായിരിക്കും. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടതായിരിക്കും. അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഏവർക്കും സമാധാനം നിറയട്ടെ.